ഈസ്റ്റർ അവധി റദ്ദാക്കിയ നടപടി പിൻവലിച്ച മണിപ്പൂരിലെ ബി.ജെ.പി. സർക്കാർ ഈസ്റ്ററിന് അവധി നൽകിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് നടപടി. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, വളരെയധികം ഗുരുതരമായ ഒരു ഉത്തരവ് തന്നെയായിരുന്നു രാവിലെ വന്നിരുന്നത്. അതായത് ഇത്തരത്തിൽ ഈസ്റ്റർ ദിനത്തിലെ അവധി ബി.ജെ.പി. സർക്കാർ, മണിപ്പൂർ ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാർ പിൻവലിച്ചിരുന്നു. ഈ ഒരു അവധി പിൻവലിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈസ്റ്ററിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. വിവരങ്ങൾ അഞ്ജന, മണിപ്പൂരിൽ ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് നൽകിയ വിവാദ ഉത്തരവ് ഇപ്പോൾ ബി.ജെ.പി. സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈസ്റ്റർ ദിനവും ദുഃഖശനിയും പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയത്. പിന്നീട് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം മണിപ്പൂരിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ഉണ്ടായി. വലിയ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് സർക്കാർ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അടക്കം ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഈ ഒരു ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല മണിപ്പൂരിലും വലിയ രീതിയിൽ, മണിപ്പൂരിൽ നമുക്കറിയാം ഏകദേശം 60-ന് മുകളിൽ ശതമാനം പേരും ക്രൈസ്തവർ അടങ്ങുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ കൂടുതൽ അടിച്ചമർത്തുന്ന നടപടിയാണെന്നായിരുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പിന്നീട് രൂക്ഷമായി പ്രതികരിച്ചത്. കൂടാതെ മണിപ്പൂരിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുക്കി ഗോത്ര വിഭാഗവും ശക്തമായി രംഗത്ത് വരികയും ഈ സർക്കാരിന്റെ തീരുമാനം തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് മണിപ്പൂരിലെ ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം തുറന്നടിച്ചിരുന്നു. കൂടാതെ നാഗ വിദ്യാർത്ഥി സംഘടനകളും ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെ നിരവധി ഇടങ്ങളിലും വലിയ പ്രതിഷേധം വ്യാപകമായതോടെയാണ് ബി.ജെ.പി. സർക്കാർ ഈ ഒരു ഉത്തരവ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. അഞ്ജന, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.